അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് എഗ് നൂഡിൽസ് കബാബാണ്. മുട്ടയും നൂഡിൽസൊക്കെ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു കബാബാണിത്. ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ മുട്ട കബാബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ മുട്ട കബാബിൻ്റെ ഒരു ട്വിസ്റ്റാണിത്. മുട്ടയും നൂഡിൽസും ചേർത്ത് റെഡിയാക്കി എടുത്ത കബാബാണിത്. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ നല്ല ടീ ടൈം സ്നാക്കായിട്ടും ഗസ്റ്റ് വരുന്ന സമയത്തും എല്ലാം നമുക്ക് ഈ കബാബ് സെർവ് ചെയ്യാം. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ എഗ് നൂഡിൽസ് കബാബ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 ക്യൂബ് നൂഡിൽസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നൂഡിൽസിൻ്റെ പൗഡർ ചേർക്കണം. മസാല ഇത് ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ ഇതിലോട്ട് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ മസാല ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. മസാല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ക്യൂബ് നൂഡിൽസ് ചേർക്കാം. നമ്മുടെ നൂഡിൽസ് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ നൂഡിൽസിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ നൂഡിൽസ് ഇരുന്നിട്ട് തണുത്ത് വരട്ടെ. ഇവിടെ ഞാൻ 3 മുട്ട ഹാർഡ് ബോയിൽ ചെയ്തെടുത്തിരിക്കുക കേട്ടോ. പ്രഷർ കുക്കറിലാണ് 1 or 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രഷർ പോയതിന് ശേഷം നമുക്ക് മുട്ട പീലിട്ടെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു മസാല ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പൗഡറുകൾ ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയുടെ റോസ്മെൽ ഒന്ന് പോകട്ടെ, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മസാലയെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നൂഡിൽസിൻ്റെ മുകളിലോട്ട് ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. 1 കപ്പ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊട്ടാറ്റോയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉരുട്ടിയെടുക്കാൻ പറ്റിയ പരുവത്തിലാക്കി മാറ്റരുത്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടേ. വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പകരം പാൽ ഒഴിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. 1 കപ്പോളം ബ്രെഡ് ക്രംസ് എടുക്കണം. ഇത് ഞാൻ നേരത്തെ ഹാർഡ് ബോയിൽ ചെയ്തതിന് ശേഷം പീൽ ചെയ്തെടുത്ത മുട്ടയാണ്. ഓരോ മുട്ടയും ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഒരു മുട്ട ഉപയോഗിച്ചിട്ട് 4 പീസ് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് കബാബ് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ മിക്സിന്ന് ഒരു ബോൾ എടുക്കാം. നല്ലൊരു പിടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കണം. നീളത്തിലാട്ടോ പരത്തിയെടുക്കേണ്ടത്. നമ്മൾ ഉന്നക്കായൊക്കെ ഷേപ്പ് ചെയ്യില്ലേ, അതുപോലെയാണ് വേണ്ടേ. ഇനി നമുക്ക് ഒരു മുട്ടയുടെ പീസ് എടുക്കാം. മുട്ടയുടെ പീസ് വെച്ചിട്ട് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മുട്ടയുടെയും ബ്രെഡ് ക്രംസിൻ്റെയും ഒന്നും മിക്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഈ നൂഡിൽസിൻ്റെ അതേ ഷേപ്പൊക്കെ കാണാൻ പറ്റും. പക്ഷേ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എണ്ണയിലൊന്നും സ്പ്രെഡ് ആവില്ല. നമ്മുടെ ഒരു കബാബ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ അടുത്ത കബാബ് സെറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ അടുത്ത കബാബും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഇവിടെ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് 10 കബാബ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കബാബിനെ മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കാം. നമുക്കൊരു കബാബ് എടുക്കാം. ഇതിനെ നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം.
ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് മാറ്റാം. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ കബാബുകളും റെഡിയാക്കി എടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൈ കൊണ്ടേ മുട്ടയിൽ മുക്കാവൂ, അടുത്ത കൈ ഉപയോഗിച്ചിട്ടേ ബ്രെഡ് ക്രംസിൽ മുക്കാവൂ. നമ്മുടെ ഒരു കബാബ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ കബാബുകളും റെഡിയാക്കി എടുക്കാം. ഒരു കബാബ് എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കബാബുകളാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കബാബായിട്ട് മാറ്റാം. ഞാൻ ഒരു സമയം 3 കബാബ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ കബാബ് ഓൾറെഡി മുഴുവനായിട്ടും കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുറത്തെ കവറിങ് മാത്രമേ ഫ്രൈ ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്ര ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. നമ്മുടെ കബാബ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നോമ്പ് തുറക്കാൻ ഒരു കബാബൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. വയറ് നന്നായിട്ട് തന്നെ ഫില്ലായി വരും. നമ്മുടെ ഈ കബാബിനെ ഞാനൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റിയാണേ. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസ് കബാബ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇഫ്താർ ടൈമിലൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. റമളാൻ കരീം.